നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയവരാണ് ഹാജരായിട്ടുള്ളത്. ഈ മുതിർന്ന അഭിഭാഷകരെല്ലാം കോടതിക്ക് മുൻപിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ നിയമ ഭേദഗതിയും റിലീജിയസ് പ്രാക്ടീസിനെ, മത സ്വാതന്ത്ര്യത്തെയും മതപരമായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കുന്നതിനെയും ഖണ്ഡിക്കുന്നതാണ്. അത്തരത്തിൽ മത ആചാരങ്ങളെ ഹനിക്കുന്നതും മുസ്ലിം മതത്തിനുമെതിരാണ് വഖഫ് നിയമ ഭേദഗതി എന്ന പ്രധാന വാദമാണ് ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകർ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. പക്ഷേ CJI നടത്തിയിട്ടുള്ളൊരു ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള വാക്കാലുള്ളൊരു നിരീക്ഷണം പരിശോധിക്കുമ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കില്ലൊരു പ്രത്യേക ഓർഡർ അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്നൊരു വാക്കാലുള്ള നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പാർട്ടികൾ, കോൺഗ്രസ് കൂടാതെ മുസ്ലിം ലീഗ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, AIMIM MP അസദുദ്ദീൻ ഒവൈസി, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, RJD MP മനോജ് കുമാർ ജാ കൂടാതെ തൃണമൂൽ കോൺഗ്രസ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, മുസ്ലിം ലീഗ് തുടങ്ങി നിരവധി പാർട്ടികളും പാർട്ടി അംഗങ്ങളും മുസ്ലിം വ്യക്തി നിയമ ബോർഡും അടക്കം നിരവധി ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിൽ നിലവിൽ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഹർജി നൽകിയിട്ടുള്ളത്. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത്. കേന്ദ്രം ഇതിനോടകം തന്നെ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇത് വളരെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ്, പരിശോധനയ്ക്കും പഠനത്തിനും ശേഷം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തന്നെ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകൾക്കുള്ളിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരുന്നതുമാണ് പുതിയ നിയമ ഭേദഗതി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എത്രത്തോളം ഇടപെടും, ഒപ്പം കോടതിയുടെ നിരീക്ഷണം എന്തെല്ലാം ആയിരിക്കും എന്നുള്ളത് ഈ കേസിലേറെ നിർണായകമായിരിക്കും. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭ പാർലമെന്റ് പാസ്സാക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത് നിയമമായി മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ വഖഫ് നിയമ ഭേദഗതി. അതുകൊണ്ട് അതിന് എതിരായിട്ടുള്ളൊരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള നിയമ സാധ്യത വളരെയധികം കുറവാണ്. ഒപ്പം എന്തെല്ലാം നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി വിഷയത്തിൽ നടത്തും എന്നുള്ളത് നോക്കി. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളാണ്, മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫിൻ്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിൽ പ്രത്യക്ഷ സമരത്തിലുള്ള വിവിധ സമരസമിതികൾ ഈ നിയമ ഭേദഗതിയെ അനുകൂലിക്കണമെന്നും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇതിനെ അനുകൂലിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും പാർലമെന്റിൽ അതിനെ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിൽ നിയമ ഭേദഗതിയായി അത് വന്നപ്പോൾ അതിനെയും സുപ്രീം കോടതി വരെ പോയി എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും വാദം പുരോഗമിക്കുകയാണ്. ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉത്തരവോ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവോ ഒന്നും തന്നെ ഈ കേസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷ്ണു.